രാജ്യത്തെ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്ക് ചൂഷണം പാർലമെന്റിൽ അവതരിപ്പിച്ച് വടകര ലോക്സഭാ എംപി ഷാഫി പറമ്പിൽ. പാർലമെന്റിൽ ചോദ്യോത്തര വേളയിലായിരുന്നു അവതരണം. ഒരു സമയത്ത് 5000 മുതൽ 6000 വരെയായിരുന്ന ടിക്കറ്റ് നിരക്ക് അവധിക്കാലത്ത് അതേ ദൂരത്തേക്ക് 50,000 മുതൽ 85,000 വരെ ഈടാക്കുന്നു. നാലംഗ കുടുംബത്തിന് ഇതെങ്ങനെ താങ്ങാൻ കഴിയും? ചിലപ്പോൾ ആളുകൾക്ക് അവരുടെ മാതാപിതാക്കളുടെ മരണത്തിനോ അവരുടെ ശവസംസ്കാരത്തിനോ വരാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. Sir, you are an young minister. I know your answers will not be templates or copy paste. Sir, I know you will be having an intent to do something for our NRI communities. Sir, they are treated like people deported from the country by the airlines. At times the airline prices will be 5,000 or 6,000. For the same distance during the vacation, during the season, when they come to meet their family, they are being charged 50,000, 60,000, sir, even to 85,000 for economic class. Sir, how can a 4-member family afford this? How can they come back? Sir, people at the time of their parents' death, they can't even come for their funeral, sir. It's a sad state of condition for our NRI party, sir. Something must happen. We must involve in, sir. They are not orphans. We have a government to question the airline companies treating them very bad. So I kindly request you involve in this to take some actions regarding this. പ്രവാസികൾ നാടുകടത്തപ്പെട്ടവരല്ല. ജീവിക്കാനും കുടുംബം നോക്കാനും അതുവഴി നാടിന് താങ്ങാകുവാനും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവരാണ്. അവരെ എയർലൈൻ കമ്പനികളുടെ സീസണൽ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നടപടികൾ ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ വിമാന കമ്പനികൾ വിമാന നിരക്ക് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്നത് വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണെന്ന് വ്യോമയാന മന്ത്രി മറുപടിയായി പറഞ്ഞു. We are very much willing to support the case and fight on behalf of the passenger and ensure that his right is protected, sir. Customer is always the king. That is our priority in the ministry, sir. താൻ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം വിമാന നിരക്ക് താങ്ങാവുന്നതാക്കി മാറ്റാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. എഞ്ചിൻ പ്രശ്നങ്ങൾ കാരണം 120 വിമാനങ്ങൾ ഇപ്പോൾ നിലത്തിറക്കി. വിമാനങ്ങളുടെ അഭാവം കാരണം നിലവിലുള്ള ടിക്കറ്റുകൾക്ക് വില ഉയരാൻ കാരണമാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു.